സ്വാഗതം ക്യാപ്റ്റനിലേക്ക്. തങ്ങൾക്കെതിരെ അമേരിക്ക എത്ര തീരുവ ചുമത്തിയാലും അതിനെ നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. രാജ്യത്തിന്റെ വലിയ ആഭ്യന്തര വിപണിയും മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും ഒരുപോലെ പ്രയോജനപ്പെടുത്തി അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കർഷകരുടെയും രാജ്യത്തിന്റെയും ആത്മാഭിമാനം ഒരിക്കലും പണയപ്പെടുത്തില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്ക ഏർപ്പെടുത്തിയ 50% അധിക തീരുവ പ്രാബല്യത്തിൽ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തി നേരിടാൻ ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കും. മലയോര ജനതയുടെ 65 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ഭൂപതിവ് ചട്ടത്തിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. പട്ടയഭൂമി വകമാറ്റിയുള്ള ഉപയോഗം ക്രമപ്പെടുത്തും. തൃശൂരിലെ ലൂ ഗ്രൂപ്പിന്റെ ഭൂമി തരം മാറ്റിയ RDO ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. 250 കോടിയുടെ കമ്മീഷൻ തട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തല. രേഖകൾ പുറത്തുവിട്ടു. സ്ത്രീകളെ ശല്യം ചെയ്തതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. BJP വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. കുടുംബ പ്രശ്നമെന്നും കോടതിയും പാർട്ടിയും തള്ളിയ ആരോപണമെന്നും കൃഷ്ണകുമാർ. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ 5 പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി. അന്വേഷണത്തിൽ CBIക്ക് വീഴ്ച പറ്റിയെന്ന് കോടതി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന ഉപാധികളോടെ മുൻകൂർ ജാമ്യം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ തുടർ നടപടിക്ക് ഇടക്കാല സ്റ്റേ. ജമ്മു കശ്മീരിലെ പ്രളയത്തിൽ മരണം 35ആയി. നദികൾ കരകവിയുന്നു. പാകിസ്ഥാന് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. കേരളത്തിൽ മഴ ശക്തമാകുന്നു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. തൃശൂർ എറവിലെ സർക്കാർ മൃഗാശുപത്രി കാട് കയറി നശിക്കുന്നു. അറ്റകുറ്റപ്പണിക്ക് തടസ്സമായി സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ തർക്കം. IPLൽ നിന്ന് വിരമിച്ച സ്പിന്നർ R അശ്വിൻ മറ്റ് ലീഗുകളിൽ കളിക്കും. പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ. മുൻ എക്സൈസ് കമ്മീഷണർ ADGP മഹിപാൽ യാദവ് അന്തരിച്ചു. അന്ത്യം ജയ്പൂരിലെ ആശുപത്രിയിൽ. 30-ന് വിരമിക്കുന്ന മഹിപാലിന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകാനിരുന്നത് ഇന്ന്. സ്റ്റോറി ഓഫ് ദ ഡേ. ആലപ്പുഴയിൽ ആവേശത്തിരയിളക്കം. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ 50% താരിഫ് പ്രാബല്യത്തിൽ. അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ കൂടി പ്രഖ്യാപിച്ചത്. എന്തായാലും താരിഫിനെ നേരിടാൻ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. US-ൽ ഉപഭോഗത്തിനായി ഇറക്കുമതി ചെയ്യുന്നതോ വെയർഹൌസിൽ നിന്ന് നീക്കം ചെയ്യുന്നതോ ആയ എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ബാധകമാണ്. ഈ മാസം ആദ്യം ഒപ്പുവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമാണ് അധിക തീരുവ പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ US-ലേക്കുള്ള $48 ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള കയറ്റുമതിയെ ഇത് ബാധിക്കും. താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ 2025-26 ഇന്ത്യയുടെ US-ലേക്കുള്ള ചരക്ക് കയറ്റുമതിയുടെ മൂല്യം മുൻവർഷത്തെ അപേക്ഷിച്ച് 40 മുതൽ 45% വരെ കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു. 2024-25 ഏകദേശം $87 ബില്യൺ നിന്ന് ഈ വർഷം US-ലേക്കുള്ള ഉൽപ്പന്ന കയറ്റുമതി $49.6 ബില്യൺ കുറയുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അധിക തീരുവ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മരുന്ന്, സ്മാർട്ട് ഫോൺ, സ്റ്റീൽ എന്നിവയെ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.
ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. തുണിത്തരങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ 40 രാജ്യങ്ങളുമായി പ്രത്യേക സഹകരണത്തിനുള്ള പദ്ധതികൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ത്യ ഇതിനോടകം 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതേസമയം തീരുവ ഭീഷണികൾക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെടാനുള്ള സാധ്യത കൂടി ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപിനെ നേരിടാൻ റഷ്യ, ഇന്ത്യ, ചൈന അതായത് റിക് കൂട്ടായ്മ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരിക്കുന്നതുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു ചർച്ച. ഇന്ത്യക്കുമേൽ അധിക നികുതി പ്രാബല്യത്തിലായതോടെ അമേരിക്കയുടെ വ്യാപാര പങ്കാളികളായ വിയറ്റ്നാം, ബംഗ്ലാദേശ്, ശ്രീലങ്ക, കംബോഡിയ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഭൂമി പതിച്ചു കിട്ടാൻ മലയോര ജനതയുടെ 6.5 പതിറ്റാണ്ടത്തെ കാത്തിരിപ്പിന് വിരാമമായി. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഭൂമിയുടെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിച്ചു. പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകും. 2021 LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം പാലിച്ചുവെന്നാണ് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. 6.5 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കി. 2024 ഏപ്രിൽ 27 ഗവർണർ ബിൽ അംഗീകരിച്ചു. ജൂൺ 9 സർക്കാർ ഭൂപതിവ് നിയമം വിജ്ഞാപനം ചെയ്തു. 2024 ജൂൺ 7 വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായിക്കും. മലയോര മേഖലയിലെ ഭൂമി പ്രശ്നങ്ങളിൽ നിർണായകമായ തീരുമാനമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും. വീടുകൾ ക്രമീകരിക്കും. നിശ്ചിത സമയപരിധി പാലിക്കാതെ ഭൂമി വിറ്റത് നിശ്ചിത ഫീസ് വാങ്ങിയാകും ക്രമീകരിക്കുക. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ക്രമീകരണത്തിന് ശേഷം അനുവദിക്കില്ല. പട്ടയഭൂമിയിൽ പ്രവർത്തിക്കുന്ന പൊതു, സർക്കാർ, വാണിജ്യ കെട്ടിടങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ഉണ്ടാകില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ കെട്ടിടങ്ങളുടെ വലിപ്പം കൂടി കണക്കാക്കിയാകും ഫീസ് ഈടാക്കുക. പട്ടയഭൂമിയിലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം, അൺഎയ്ഡഡ് സ്കൂളുകൾ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടം എന്നിവയ്ക്ക് ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കും. 3000 മുതൽ 5000 വരെ ചതുരശ്ര അടിയുള്ള വാണിജ്യ വ്യാവസായിക കെട്ടിടങ്ങൾക്ക് ന്യായവിലയുടെ 5%, പെർമിറ്റും ലൈസൻസുമുള്ള കോറികൾക്കും പ്രവർത്തനാനുമതി കിട്ടിയ കോറികൾക്കും ന്യായവിലയുടെ 50% ഈടാക്കി ക്രമീകരിക്കും. 10000 മുതൽ 25000 ചതുരശ്ര അടിയുള്ള കെട്ടിടങ്ങൾ 20% ഫീസ്, 25000 മുതൽ 50000 ചതുരശ്ര അടി ന്യായവിലയുടെ 40% ഫീസായും ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭൂപതിവ് നിയമത്തിലെ ചട്ടഭേദഗതി ഇടുക്കിയിലെ ഉൾപ്പെടെ മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള ആശങ്കകളും ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അറുതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായി കരുതാവുന്നതാണ്. ഭൂനിയമ ചട്ട ഭേദഗതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്ന് ഡീൻ കുര്യാക്കോസ് MP. സർക്കാരിന്റെ എല്ലാ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മേൽ പല തട്ടുകളിലായി കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിയാണ് ക്രമവൽക്കരണം നടപ്പിലാക്കുന്നത്. ഇത് അന്യായമാണെന്നും ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഉണ്ടെങ്കിൽ അത് കയ്യേറ്റ ഭൂമിയിലാണ്, അല്ലെങ്കിൽ കള്ള പട്ടയം നിർമ്മിച്ചിട്ടുള്ള മേഖലയിൽ മാത്രമായിരിക്കും അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാത്തവയായിട്ടുള്ള 99.9% അല്ലെങ്കിൽ 100% കെട്ടിടങ്ങൾ നിയമവും ചട്ടവും അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഫീസൊക്കെ അടച്ച് തന്നെയാണ് ഈ നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ തീവ്ര യജ്ഞ പരിപാടിയുമായി സർക്കാർ. നയരേഖ ഉടനെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 2000 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ്, കിടങ്ങുകൾ, മതിലുകൾ എന്നിവ നിർമ്മിച്ചു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്, ഒറ്റ കാരണം കൊണ്ടല്ല. രണ്ട്, നമ്മൾ ഇടപെടുന്നത് വന്യജീവികളായിട്ടാണ്. അപ്പോൾ അവർ അതിക്രമിച്ച് വനത്തിൽ നിന്നും പുറത്തു വരാനിടയായ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശാശ്വതമായ പരിഹാരം. തൃശൂരിലെ ലുലു ഗ്രൂപ്പിന്റെ വിവാദ ഭൂമി തരം മാറ്റി RDO ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ കോടതി നിർദ്ദേശിച്ചു. നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് കോടതി കണ്ടെത്തി. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരുന്നു RDO തരം മാറ്റത്തിന് അനുമതി നൽകേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഭൂമിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് വിഷയത്തിൽ 4 മാസത്തിനകം RDO തീരുമാനമെടുക്കണമെന്നാണ് കോടതി ഉത്തരവ്. 108 ആംബുലൻസ് പദ്ധതിയിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. 250 കോടിയിലേറെ കമ്മീഷൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്കും മുൻ ആരോഗ്യമന്ത്രിക്കും പങ്കുണ്ട് എന്നാണ് ആരോപണം. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. 108 ആംബുലൻസ് പദ്ധതിയുടെ പേരിൽ ഒന്നാം പിണറായി സർക്കാർ തീവെട്ടിക്കൊള്ള നടത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 250 കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2019-24 കാലഘട്ടത്തിൽ മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെ 315 ആംബുലൻസുകൾക്ക് 5 വർഷത്തേക്ക് നടത്തിപ്പിനായി 517 കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത്. സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്കായിരുന്നു നൽകിയത്. എന്നാൽ അതേ കമ്പനിക്ക് 335 ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇപ്പോൾ ടെൻഡർ നൽകിയിരിക്കുന്നത് വെറും 293 കോടി രൂപയ്ക്ക് മാത്രം. 5 വർഷങ്ങൾക്ക് ശേഷം ചെലവ് ഇത്രയേറെ വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പാതി വിലയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2019 പ്രത്യേക മന്ത്രിസഭാ അനുമതി അഴിമതിയാണ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെളിവുകൾ നിരത്തിയാണ് ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും മറുപടി പറയണമെന്നും ഈ ഇടപാടിൽ ഇരുവർക്കും പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 43% തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ വൻതുക എന്തിനു മുടക്കിയെന്ന് ഇരുവരും പറയാൻ ബാധ്യസ്ഥരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. ഒരു പദ്ധതിയുടെ ആകെ നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും വിശദീകരണം നൽകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്വാഭാവിക നിയമ നടപടി പോലീസ് സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. തുടർച്ചയായി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായുള്ള വകുപ്പ് ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. DGPയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇക്കാര്യത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളും ഇതോടൊപ്പം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ തുടർന്നാണ് DGP ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയത്. സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായെങ്കിലും സ്ത്രീകൾ നേരിട്ട് ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എവിടെ വെച്ചാണ് സംഭവമെന്നോ പരാതിയിൽ പരാമർശമില്ല. സംഭവത്തിൽ യുവതിയെ കണ്ടെത്തി മൊഴിയെടുക്കാനും രാഹുലിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്ത് കേസെടുക്കാനുമുള്ള സാധ്യത പരിശോധിക്കാനാണ് പോലീസിന്റെ ശ്രമം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുലിനെതിരെ പരാതിയില്ല, എഫ്ഐആർ ഇല്ല. എന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ തങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു. തന്റെ നേരെ ചൂണ്ടിയ മുഖ്യമന്ത്രിയുടെ 4 വിരലുകളും അദ്ദേഹത്തിന്റെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യും. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ആരോപണ പരമ്പരകളിൽപ്പെട്ട് പദവിയും പാർട്ടിയും നഷ്ടമായിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത കുരുക്കുമുറുകുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിലെ 3ാം പ്രതിയായ അഭിനന്ദ് വിക്രമിന്റെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് വന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് കേസ്. ശനിയാഴ്ച തിരുവനന്തപുരത്തെ ഓഫീസിലെത്താനാണ് രാഹുലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ തുടക്കത്തിൽ അന്ന് അന്വേഷിച്ചിരുന്ന മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. കാര്യമായ തെളിവൊന്നും ലഭിക്കാത്തതിനാൽ പ്രതി ചേർത്തിരുന്നില്ല. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ ഫെനി നൈനാൻ, ബിനിൽ ബിനു, അഭിനന്ദ് വിക്രം, വികാസ് കൃഷ്ണ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കമ്പ്യൂട്ടർ സെന്ററിലെ ജീവനക്കാരനായ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. CR കാർഡ് എന്ന ആപ്പ് വഴിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. വിവിധ ജില്ലകളിൽ അന്വേഷിക്കേണ്ട കേസായതിനാൽ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും രാഹുലിലേക്ക് നീങ്ങുന്നത്. കേസിൽ രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പലതവണ ആവശ്യപ്പെട്ടിട്ടും പാസ്വേഡ് നൽകിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷാഫി പറമ്പിൽ MPക്കെതിരെയുള്ള ഡിവൈഎഫ്ഐ പ്രതിഷേധത്തെ തള്ളി സംസ്ഥാന നേതൃത്വം. ഷാഫിയെ വഴിയിൽ തടയില്ല എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്. ഷാഫിയെ വഴിയിൽ തടഞ്ഞാൽ പ്രതിരോധിക്കുമെന്ന് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വവും മുന്നറിയിപ്പ് നൽകി. നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഷാഫി പറമ്പിൽ MPക്കെതിരെയുള്ള വടകരയിലെ ഡിവൈഎഫ്ഐ പ്രതിഷേധമെന്ന പ്രതികരണവുമായി സംസ്ഥാന പ്രസിഡന്റ് വസീഫ് രംഗത്ത് വന്നു. വടകരയിൽ ഷാഫിക്കെതിരെയുള്ള പ്രതിഷേധത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം തള്ളി. ഷാഫിയെ വഴിയിൽ തടയാൻ സംഘടന ഉദ്ദേശിക്കുന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണങ്ങളും പ്രതിഷേധവും തുടരുമെന്നും വസീഫ് വ്യക്തമാക്കി. ഞങ്ങൾ എവിടെയും ഈ പറയുന്ന MPയെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ DYFI അറിയാത്തവരാണോ നിങ്ങൾ? ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ആ ഒരു സമരത്തെ ഞങ്ങൾ കൊണ്ടുപോവുക? DYFI എത്ര മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ അനുഭവമുള്ള സംഘടനയാണ്. ഷാഫി പറമ്പിൽ MPയെ വഴിയിൽ തടയുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഷാഫിയെ തടഞ്ഞാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുന്നറിയിപ്പ് നൽകി. ഒരു സംഭവം നടക്കുമ്പോൾ CPM തന്നെ ഇവിടെ പോലീസിന് പകരം നിയമ സംവിധാനത്തിന് പകരം CPM തന്നെ കേസെടുക്കുക, അവർ തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുക, അവർ തന്നെ ശിക്ഷ വിധിക്കുക. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതേതായാലും ഇന്നത്തെ കോഴിക്കോട്ട് നടക്കില്ല. CPM DYFI പ്രതിഷേധങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് UDF തീരുമാനം. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് UDF നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡും ജലപീരങ്കിയും ഉപയോഗിച്ച് പ്രതിരോധിച്ചുവെങ്കിലും തീപ്പന്തവും കല്ലും പോലീസിന് നേരെ എറിഞ്ഞതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ 4 പാടും ചിതറിയോടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പുരുഷ പോലീസ് തടഞ്ഞുവെന്നാരോപിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. BJPയിലും പീഡന പരാതി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി. കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പാലക്കാട് സ്വദേശിനിയുടെ പരാതി. അതേസമയം സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് പരാതിക്ക് പിന്നിലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശി പരാതി നൽകിയത്. C. കൃഷ്ണകുമാറിനെതിരെ പരാതി ലഭിച്ച വിവരം രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പരിശോധിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരാതിക്കാരിക്ക് നൽകിയ മറുപടി. BJP ഭാരവാഹിത്വത്തിൽ തുടരാൻ കൃഷ്ണകുമാറിന് യാതൊരു അർഹതയുമില്ലെന്ന് പരാതിയിൽ പറയുന്നു. ഏറെ നാളായി മനസ്സിൽ പേർന്ന ദുഃഖം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്ത് എഴുതുന്നതെന്നും
കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു. പിതാവിന്റെ ചികിത്സാർത്ഥം രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലാണെന്നും തിരിച്ചെത്തിക്കഴിഞ്ഞ് തുടർ നടപടി സ്വീകരിക്കും എന്നുമാണ് ഓഫീസ് അന്ന് മറുപടി നൽകിയിരുന്നത്. BJPയിലെ മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടുവെന്നും പരാതിക്കാരി പറയുന്നു. എളമക്കരയിൽ RSS കാര്യാലയത്തിൽ പോയി ഗോപാലൻകുട്ടി മാസ്റ്ററെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചു. V. മുരളീധരൻ, MD രമേശ്, അന്നത്തെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സുഭാഷ് എന്നിവരെയും കണ്ടിരുന്നു. കൃഷ്ണകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും നീതി ലഭിക്കുമെന്നും അവർ ഉറപ്പു നൽകി. എന്നാൽ തന്റെ പരാതി അവഗണിച്ച് ഒറ്റപ്പെടുത്തുന്ന ദൗർഭാഗ്യകരമായ നടപടിയാണ് ഉണ്ടായതെന്നും പരാതിക്കാരി വിശദീകരിക്കുന്നു. അതേസമയം തനിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി വ്യാജമാണെന്നും മാനനഷ്ട കേസ് കൊടുക്കുമെന്നും C. കൃഷ്ണകുമാർ പ്രതികരിച്ചു. 2014 ആദ്യം പരാതി ഉയർന്നത്. അന്ന് കോടതി തള്ളിയ ആരോപണമായിരുന്നു. ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതിയെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു. ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഉരുട്ടിക്കൊല കേസിലെ എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാറിനെ പോലീസുകാർ ഉരുട്ടിക്കൊലപ്പെടുത്തിയ കേസ് അന്വേഷണത്തിൽ CBI ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് കോടതി വിധി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ CBI പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഉൾപ്പെടെയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഒന്നാം പ്രതി K. ജിതകുമാറിന്റെ വധശിക്ഷ റദ്ദാക്കി. രണ്ടാം പ്രതി SV ശ്രീകുമാറിനും 2018 വധശിക്ഷ വിധിച്ചുവെങ്കിലും അർബുദബാധയെ തുടർന്ന് 2020 മരിച്ചു. CBI പ്രത്യേക കോടതി 3 വർഷം തടവും പിഴയും വിധിച്ച മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ്, അന്ന് SI ആയിരുന്ന T. അജിത് കുമാർ എന്നിവരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ രണ്ടാമത് അന്വേഷണം നടത്തിയത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടതെന്ന് അഡ്വക്കേറ്റ് S. രാജീവ്. തെളിവുകളില്ലാത്തതും പ്രധാന കാരണമായി എന്ന് രാജീവ് ചൂണ്ടിക്കാട്ടി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ തനിക്ക് നീതി കിട്ടണമെന്ന് ആവർത്തിച്ച ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി ആകെയുള്ള വീട് വിറ്റിട്ടാണെങ്കിലും കേസ് നടത്തുമെന്ന് പ്രഭാവതി അമ്മ അമൃത വാർത്തകളോട് പറഞ്ഞു. എനിക്ക് നീതി കിട്ടിയേ പറ്റും. മുമ്പോട്ട് തന്നെ പോകണം. അതെന്താണെന്ന് വെച്ചാൽ കെട്ടിടം വിട്ടെങ്കിലും ഞാൻ പോകും. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ മകൻ 4020 രൂപ കയ്യിരുന്നെന്ന് പറയുന്നത് എൻ്റെ പിള്ളേർ പച്ചയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഒരു മകനാണ് ആ കുടുംബം നടത്തിക്കൊണ്ട് പോയതും ജീവിച്ചത്. ഒരു മകന് വേണ്ടിയാണ് ഒരമ്മ ജീവിച്ചത്. അപ്പോൾ ആ മകന് വേണ്ടി ഞാൻ പോരാട്ടി എനിക്ക് നീതി കിട്ടി. ഇപ്പം ആ കോടതി പറഞ്ഞു, ആ കോടതിക്ക് ഹൃദയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസമായി ഹൈക്കോടതി വിധി. കേസിലെ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേസിൽ ഓണാവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു. വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. ജമ്മു കശ്മീരിൽ മഴക്കെടുതി രൂക്ഷം. പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരണം 35ആയി. ഖത്രയിലെ മണ്ണിടിച്ചിലിൽ 31 പേരാണ് മരിച്ചത്. മേഘവിസ്ഫോടനമുണ്ടായ ഡോഡയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുകയാണ്. പരിക്കേറ്റ പലരുടെയും സ്ഥിതി ഗുരുതരമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒട്ടേറെ തീർത്ഥാടകരാണ് കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. തവി, ചിനാബ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ രാത്രിയാത്രകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഭഗവതി നഗർ മേഖലയിലെ 4ാമത്തെ പാലം തകർന്നതും ഗതാഗതത്തെ ബാധിച്ചു. സാഹചര്യങ്ങൾ പലയിടത്തും മോശമാണെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. പൂഞ്ച്, രജൌരി, സാംബ എന്നിവിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് 5000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 3500-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി. ജലവിതരണം, വൈദ്യുതി, ഇന്റർനെറ്റ് സേവനങ്ങളെയും സാരമായി ബാധിച്ചു. കനത്ത മഴ റോഡ്, റെയിൽ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു.
രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യവും NDRFും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും സംയുക്തമായി രംഗത്തുണ്ട്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവെച്ചതായും പുതിയ അറിയിപ്പുണ്ടാകുന്നതുവരെ തീർത്ഥാടകർ യാത്ര തുടങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കനത്ത മഴയിൽ അതിർത്തി പ്രദേശങ്ങളിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇതിനു പിന്നാലെ 1.5 ലക്ഷത്തോളം ആളുകളെ പാകിസ്ഥാൻ ഒഴിപ്പിച്ചു. സത്ലജ്, രവി, ചെനാബ് നദിക്കരകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലെ ആളുകളെയാണ് ഒഴിപ്പിച്ചത്. പാകിസ്ഥാന്റെ പലയിടങ്ങളിലും മഴ തുടരുകയാണ്. 2 മാസത്തിനിടെ മഴക്കെടുതിയിൽ 800 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 29 വരെ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ട താമരശ്ശേരി ചുരം പാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 9ാം വളവിന് സമീപം റോഡിൽ പതിച്ച പാറക്കൂട്ടം നീക്കം ചെയ്തതിനു ശേഷം രാത്രി 9 മണിയോടുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. ചുരം റോഡിൽ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാതെ 12 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇളകി നിൽക്കുന്ന പാറയും മണ്ണും നീക്കിയത്. ഇരുഭാഗങ്ങളിലും കുടുങ്ങിയ വാഹനങ്ങൾ കടത്തിവിട്ട ശേഷം നിയന്ത്രണം തുടരുമെന്ന് വയനാട് കളക്ടർ അറിയിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് റോഡിലെ പാറകൾ പൊട്ടിച്ചു നീക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഇളകി നിൽക്കുന്ന പാറയും മണ്ണും നീക്കം ചെയ്യാനുള്ള ഫയർഫോഴ്സിന്റെ തീവ്ര ശ്രമം. സഹായത്തിനായി ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും കൈകോർത്തു. പ്രതികൂലമായ കാലാവസ്ഥ പലകുറി പാറയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തടസ്സമായി. പ്രവൃത്തി തുടരുന്നതിനിടെ വീണ്ടും പാറക്കൂട്ടം താഴേക്ക് പതിച്ചതും പ്രതിസന്ധിയായി. ഫയർ ഓഫീസർമാർ മണ്ണിടിച്ചിലുണ്ടായ പ്രഭവ കേന്ദ്രത്തിലേക്ക് കയറി ഇളകി നിൽക്കുന്ന പാറകൾ തട്ടിയിടാനും ശ്രമം നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ആശങ്കയിലാക്കിയ അപകടമുണ്ടായത്. ചുരം വ്യൂ പോയിന്റിൽ റോഡിന് ഇടതുവശത്തെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഭാഗത്തു നിന്നും കൂറ്റൻ പാറകളും മണ്ണും മരങ്ങളുമെല്ലാം ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ ചുരത്തിലെ ഇരുദിശകളിലേക്കും കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ചുരം റോഡ് അടച്ച് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും നീക്കം ചെയ്തത്. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിച്ചുള്ളൂ. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ചരക്ക് വാഹനങ്ങളടക്കം നിരവധി വാഹനയാത്രികർ വയനാട്ടിലും അടിവാരത്തുമായി കുടുങ്ങി. വാഹനങ്ങളുടെ നീണ്ട നിര പ്രകടമായിരുന്നു. KSRTC അടക്കം അവശ്യ സർവീസുകൾ കുറ്റ്യാടി ചുരം വഴിയാണ് ജില്ലയിൽ നിന്നും സർവീസ് നടത്തിയത്. ഒടുവിൽ 25 മണിക്കൂർ നീണ്ട ഗതാഗത തടസ്സത്തിന് ശേഷം രാത്രി 9 മണിയോടെയാണ് വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ പ്രവേശനാനുമതി നൽകിയത്. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. തൃശൂർ എറവിലെ സർക്കാർ മൃഗാശുപത്രി ശോചനീയാവസ്ഥയിൽ. കാട് കയറിയ മൃഗാശുപത്രി ഇഴജന്തുക്കളുടെ താവളമാണ്. മൃഗാശുപത്രി കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ചികിത്സയ്ക്കല്ലാതെ എത്തുന്ന മൃഗങ്ങളെ കാണണമെങ്കിൽ എറവിലെ മൃഗാശുപത്രിയിലെത്തിയാൽ മതി. മൃഗാശുപത്രിയിലെ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെ കാണാം. പലപ്പോഴും പാമ്പുകളെ കണ്ട് ഭയന്നതായി ജീവനക്കാർ പറയുന്നു. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. പഴയ ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇവിടെ മരപ്പെട്ടി, വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികൾ ഉള്ളതായി ജീവനക്കാർ പറയുന്നു. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വെറ്റിനറി ഹോസ്പിറ്റൽ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അരിമ്പൂർ പഞ്ചായത്ത് 1974 പണം മുടക്കി വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ള സ്ഥാപനത്തിന് ഇപ്പോൾ 2014 ശേഷം തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലം അവകാശവാദം ഉന്നയിച്ചതിൻ്റെയും കേസിന് പോയതിൻ്റെ പേരിലാണ് അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്തത്. 2 മുറികൾ മാത്രമാണ് മൃഗാശുപത്രിക്കുള്ളിൽ തട്ടിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പ് തകിടുമേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും പട്ടിക ദ്രവിച്ച് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ്. അതേസമയം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടക്കുന്നതടക്കം താങ്കളാണെന്നും മൃഗാശുപത്രി ശോചനീയാവസ്ഥ തീർത്തുകൊടുക്കാൻ തയ്യാറാണെങ്കിലും പഞ്ചായത്ത് അധികാരികൾ ചെവിക്കൊണ്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികളും പറയുന്നു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മൃഗാശുപത്രി കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് സൗകര്യക്കുറവോ മരുന്നുകൾക്ക് ക്ഷാമമോ ഇവിടെയില്ല. എന്നാൽ ഇഴജന്തുക്കളെ പേടിച്ചു വേണം പ്രദേശത്തെത്താൻ. മൃഗാശുപത്രി കെട്ടിടം നവീകരിക്കേണ്ടത് നാട്ടുകാരുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. എറവിലെ സർക്കാർ മൃഗാശുപത്രി പ്രദേശവാസികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതർ ഇടപെട്ട ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ മൃഗാശുപത്രി എന്ന് പറഞ്ഞ ഒരു 40-45 കൊല്ലത്തിൽ മേലെയായിട്ടുണ്ട് സ്ഥാപനം വന്നിട്ടെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് നല്ലൊരു സ്ഥാപനം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പൊളിച്ച് പണിയാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ ഇപ്പോൾ അമ്പലമായിട്ടുള്ള പ്രശ്നം തീർക്കേണ്ടത് ഗവൺമെൻറ്റും മൃഗാശുപത്രി അധികൃതരാണ് എന്നാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് അത് നല്ലൊരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ വളരെ ഇതിൽ അപേക്ഷിക്കുകയാണ്. എറവിൽ ആറാറിലുള്ള മൃഗാശുപത്രി നിലനിന്ന് കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ ചെളി മഴ പെയ്ത് കഴിഞ്ഞാൽ ചെളീനെ അവിടെ ആകെ വണ്ടികൾ കൊണ്ടുകഴിഞ്ഞാൽ വണ്ടികൾ താഴ്ന്നു പോകും. അപ്പോൾ അത് എത്രയും വേഗം ഒന്ന് നല്ല ഇതിൽ നവീകരിച്ച് നല്ലൊരു ഇതിൽ നിലനിന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഈ ആശുപത്രി ഉപകാരപ്പെടണം, അതിനായുള്ള ഇടപെടൽ വേണം, അത് തന്നെയല്ലേ നാട്ടുകാരുടെ ആവശ്യം? തൃശൂർ എറവിലുള്ള മൃഗാശുപത്രിയാണ് ഇപ്പോൾ കാട് കയറി കിടക്കുന്നത്. ഈ ചികിത്സിക്കാൻ എത്തുന്ന മൃഗങ്ങൾക്ക് പുറമെ അവിടെ ധാരാളം മൃഗങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഇഴജന്തുക്കളടക്കം ഉള്ള ശല്യം, അതിൻ്റെ അടക്കം ശല്യം ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത്. ആകെ കാട് മൂടിയ അവസ്ഥയിലാണ്. മാത്രമല്ല കെട്ടിടം വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നിലംപൊത്താവുന്ന രീതിയിലാണ് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇത് ഒരു തർക്കഭൂമിയിലാണ് നിലവിൽ ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രവുമായുള്ള ഒരു തർക്കം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല എന്ന് പഞ്ചായത്ത് പറയുന്നത്. പക്ഷേ അത് പുതുക്കിപ്പണിയാൻ തയ്യാറായിട്ട് പോലും പഞ്ചായത്ത് അതിനുള്ള അനുമതി തരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും പറയുന്നത്. നിലവിൽ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നാട്ടുകാരെ സംബന്ധിച്ച് ഇത് ഒരു ദുരിതമായി മാറിയിരിക്കുകയാണ്. ഇത് നാട്ടുകാരുടെ കൂടെ ആവശ്യമായി മാറിയ ഒരു സാഹചര്യമാണ്. അത്രത്തോളം ഈ ഇഴജന്തുക്കളുടെ ശല്യം ഈ ഒരു പ്രദേശത്തുണ്ട് എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു ആശുപത്രി, ഈ ഒരു മൃഗാശുപത്രി അത് പുനർനിർമ്മിച്ച് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ശരി ഹരീഷ്, തൃശൂർ എറവിലെ സർക്കാർ മൃഗാശുപത്രി ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ മറ്റ് ലീഗുകളിൽ കളിക്കും. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു അശ്വിൻ കളിച്ചിരുന്നത്. പിന്തുണ നൽകിയ ഫ്രാഞ്ചൈസിക്കും BCCIക്കും അശ്വിൻ നന്ദി പറഞ്ഞു. റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ് എന്നിവയ്ക്കും കളിച്ചു. കിങ്സ് 11 പഞ്ചാബിന്റെ നായകനായിരുന്നു.